വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരിയായ പാലക്കാടിൻ്റെ നഗരമാതാവ് ശ്രീമതി പ്രമീള ശശിധരൻ, പ്രിയപ്പെട്ട സുഹൃത്തും പാലക്കാടിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ നല്ല സംരംഭങ്ങളുടെയും സ്ഥിര സാന്നിധ്യവുമായ ശ്രീ നിഖിൽ കൊടിയത്തൂർ, ശ്രീ ആർ കനകചന്ദ്രൻ, പാലക്കാടിൻ്റെ മാധ്യമരംഗത്തെ ഏറ്റവും തലയെടുപ്പുള്ള പേരുകളിലൊന്നായ പ്രിയപ്പെട്ട മാതൃഭൂമി യൂണിറ്റ് മാനേജർ ശ്രീ ആർ പി മോഹനേട്ടൻ, പ്രിൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ശ്രീ അബ്ദുൽ കരീം, എൻ്റെ അയൽവാസി കൂടിയായ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ്, വേദിയോടൊപ്പം തന്നെ അതിനേക്കാളും സമ്പന്നമായ സദസ്സുമാണ് ഈ ചടങ്ങിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു 10-20 മിനിറ്റ് വൈകിയാണ് എത്തിയത്. രാവിലെ ഞാനും ചെയർപേഴ്സണും ഞങ്ങളൊരു മാരത്തണൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു കാലതാമസമാണ് ഉണ്ടായത്. ഈ പുതിയ റോബോട്ടിക് സാങ്കേതിക വിദ്യയെപ്പറ്റി പ്രദീപ് ഡോക്ടർ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ തിരിതെളിയിച്ചത് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ വ്യക്തിപരമായി എനിക്ക് നല്ലത് ഇത് സ്വീകരിച്ചിട്ട് തന്നെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. കാരണം സ്ഥിരമായിട്ട് ഈ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന പോലെയുള്ള നടുവേദനയും കഴുത്തുവേദനയൊക്കെ കൊണ്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പ്രദീപ് ഡോക്ടറും ഞാനും തമ്മിൽ, പ്രദീപ് ഡോക്ടർ ഈ പൊതുമണ്ഡലത്തിലെ കാര്യങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിലൊരു വ്യക്തിപരമായൊരു കണക്ഷൻ ഡോക്ടർ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ പാലക്കാട് MLA ആവുകയോ പാലക്കാട് മത്സരിക്കാൻ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ശ്രീ ഷാഫി പറമ്പിൽ, എൻ്റെ മുൻഗാമി, അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിചാരിതമായി പ്രദീപ് ഡോക്ടറെ ഇങ്ങനെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ ഒപ്പമുണ്ട്. അപ്പോൾ പ്രദീപ് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് എൻ്റെ കൈ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നോക്കിക്കോണം എന്ന് പറഞ്ഞു. രക്ഷകർത്താവിനെ പോലെ നോക്കിക്കോണം എന്ന് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ കരുതൽ അദ്ദേഹം എല്ലാ കാലത്തും എന്നോട് വ്യക്തിപരമായി കാണിക്കുന്നുമുണ്ട്. അതിനകത്തുള്ള സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ച ഒരു ബന്ധം കൂടി, ഒരു രക്ഷകർത്തൃ ബന്ധം കൂടി ഞങ്ങൾ തമ്മിലുണ്ട്. അതിനപ്പുറം പാലക്കാടിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ഒരു പൊതുവായ ആരോഗ്യരംഗത്തിന്, ഇപ്പോൾ നമ്മൾ സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ നിരവധി പാലക്കാടിൻ്റേതായ സംഭാവനകളെപ്പറ്റി, കുലപതികളെ പറ്റിയൊക്കെ പറയും. പലപ്പോഴും ആ ഒരു പ്രാധാന്യം ആരോഗ്യരംഗത്തെ വലിയ സംഭാവനകൾക്ക് ആ ഒരു പേരിൻ്റെ അർത്ഥത്തിൽ കിട്ടുന്നില്ല എന്നുള്ള സത്യസന്ധമായൊരു പരാതി, ഒരു വിമർശനം ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകനാകട്ടെ, ഒരു സാംസ്കാരിക പ്രവർത്തകനാകട്ടെ, ഒരു സാഹിത്യ പ്രവർത്തകനാകട്ടെ, ഒരു മാധ്യമ പ്രവർത്തകനോ, മോഹൻ സാർ ഇരിക്കുന്നു, മാധ്യമ പ്രവർത്തകനോ ഒരു ചലച്ചിത്ര പ്രവർത്തകനോ ഒക്കെ കിട്ടുന്നത്ര വലിയൊരു സാമൂഹ്യ അംഗീകാരം പലപ്പോഴും അതിനേക്കാളൊക്കെ എത്രയോ വലിയൊരു ദൗത്യം നിറവേറ്റുന്ന ആളുകൾ എന്ന നിലയിൽ ആരോഗ്യ പ്രവർത്തകർക്ക്, അറിയപ്പെടുന്ന പരിണിതപ്രജ്ഞരായ നിരവധി ആരോഗ്യ പ്രവർത്തകരുണ്ട്. പക്ഷെ അവർക്ക് പോലും അർഹിക്കുന്ന ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ കിട്ടാതെ പോകുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വിമർശനം കൂടി അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ ആരോഗ്യരംഗത്ത് ചെയ്ത ഏറ്റവും വലിയ സംഭാവന. പ്രദീപ് ഡോക്ടർ ആരോഗ്യരംഗത്തേക്ക് വന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനയെങ്കിൽ ഞാൻ വരാതിരുന്നതാണ് ഈ മേഖലയോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി. അതല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ അറിയപ്പെടുന്നൊരു മോശം ഡോക്ടറായി ഞാൻ മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. എനിക്ക് നല്ല ആത്മവിശ്വാസം ആ വിഷയത്തിനകത്തുണ്ടായിരുന്നു, നമ്മുടെ മേഖലയെല്ലാം. എന്തായാലും ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ, ഇതിനെപ്പറ്റി, ഈ മേഖലയെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല എങ്കിലും ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കൊള്ളാലോ, ഈ റോബോട്ടുകളൊക്കെ ഇത്രയും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ഇങ്ങനെ വളർന്ന കാലത്ത് വെറുതെ നമ്മൾ ഈ മരുന്നൊക്കെ കഴിക്കുന്നതിനൊരു ഈ റോബോട്ടിനെ വല്ലതും കഴിച്ച് ഏതാണോ ഈ രോഗമുള്ള സ്ഥലത്ത് അവിടെ പോയി ഇത് വെടിവെച്ചിട്ടൊക്കെ തീർത്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ഏറ്റവും ഇങ്ങനെ ഈ ഭാവനാത്മകമായ ചിന്തകളിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ചുമ്മാ പ്രാന്തൻ ചിന്തകളിലൊക്കെ നമ്മൾ പറയാവുന്ന കാര്യം. പക്ഷേ അതിൻ്റെ വേറൊരു തലത്തിലായാലും അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമാണത്. നമ്മുടെ ആരോഗ്യരംഗം കൂടുതൽ പുരോഗമിക്കുകയാണ്, കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെടുകയാണ്. പക്ഷേ ആ ആധുനികവൽക്കരിക്കപ്പെടുമ്പോഴും
എനിക്ക് പുതിയ കാലത്ത് ഇപ്പോൾ ഞാൻ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് സംഭാവനകളെ പറ്റി പറയുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ ഡോക്ടർമാരോടുള്ളൊരു ചെറിയ പരിഭവം, ഒരു വിമർശനം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഡോക്ടർമാരെ കാണുമ്പം ഈ ചികിത്സ 50%, ബാക്കി നിങ്ങളുടെ നല്ല വാക്കുകൾ 50%മാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കരുതൽ പുതിയ കാലത്തെ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് കുറയുന്നുണ്ട്. പഴയ കാലത്തെ ആളുകൾ, ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട്, ജോൺ പീറ്റർ ഡോക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ സീനിയറായിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ വലിയ അസുഖമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കുഞ്ഞ് വൈറ്റമിൻ ടാബ്ലറ്റ് തരും, എന്നാലും അസുഖം മാറിയതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ഒരു പേഴ്സണൽ കെയർ ആൻഡ് കരുതൽ. വേറെ ഈ ലോകത്തിലെ ഏത് വിദഗ്ധനായ ഡോക്ടറെ കണ്ടാലും നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല. ജോൺ പീറ്റർ ഡോക്ടർ തരുന്നൊരു വൈറ്റമിൻ ടാബ്ലറ്റ് ആയാലും നമ്മുടെ അസുഖം മാറ്റും എന്ന് പറയുന്ന അദ്ദേഹം തരുന്നൊരു ആത്മവിശ്വാസവും കരുതലുമാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ ആരോഗ്യ പ്രവർത്തകർ ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ടൈം, ഓരോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പേഷ്യൻസും നിങ്ങളെ ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ലോകത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ പങ്കാളിയോടോ പോലും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും ഇപ്പം നമുക്കൊന്നുമില്ല. നമ്മുടെ ഒരു പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു ഫോൾസ് ഈഗോ ഉണ്ട്, അസുഖം വരുന്നത് ഒരു കുറ്റമാണ് എന്ന്. ആശുപത്രി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അല്ല വെറുതെ തൊഴിൽ വന്നു. കാരണം എന്തോ അതൊരു അസുഖമാണ്, പനിയാണെങ്കിൽ പോലും അത് പറയാനായിട്ട് എന്തോ ഒരു ഫോൾസ് ഈഗോ പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, രോഗമാണെങ്കിൽ പോലും. ഞാൻ പറഞ്ഞത് ആ ഫോൾസ് ഈഗോ ഉള്ള മനുഷ്യന്മാർ പോലും കാര്യങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങളുടെ അടുത്താണ്, അത് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി 50% സാങ്കേതിക വിദ്യയുടെയും മെഡിക്കൽ കെയറിൻ്റെയും ഒക്കെ അറ്റൻഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ ബാക്കി 50% ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഒരു പേഴ്സണൽ അഫെക്ഷനും ഒരു എമ്പതി എന്നൊക്കെ പറയാവുന്ന വാക്ക്, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൂടി കൊടുക്കാൻ പുതിയ കാലഘട്ടത്തിലെ ആരോഗ്യ പ്രവർത്തകർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അങ്ങനെ ഈ ഇന്നത്തോടു കൂടി പാലക്കാടിൻ്റെ നടുവേദന മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ ഈ സ്ഥിരമായി കേൾക്കുന്നൊരു വിമർശനമാണ്, റോട്ടിലൂടെ പോകുമ്പോൾ വലിയ നടുവേദന ഉണ്ടാകാറുണ്ട്. പ്രമീളേച്ചിയും ഞാനൊക്കെ കേൾക്കുന്ന വിമർശനമാണ് ഈ മോശം റോഡുകളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിൻ്റെ അത്തരത്തിലുള്ള വേദനകൾ മാറുവാൻ ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സംരംഭത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധമായ, സത്യത്തിൽ ഈ ആശുപത്രിയിലൊക്കെ വന്ന് വിജയാശംസ പറയാൻ പറ്റില്ല, കാരണം കൂടുതൽ രോഗികൾ വരികയാണല്ലോ ചെയ്യുക. അങ്ങനെ പറയുന്നില്ല, വരുന്ന ആളുകൾക്ക് അത്രയും പൂർണ്ണമായ സൗഖ്യം നൽകുക എന്ന് പറയുന്ന വിജയാശംസ മാത്രം അർപ്പിക്കുന്നു. കൂടുതൽ ആളുകൾ വരട്ടെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എല്ലാ വിജയാശംസകളും. ഇനിയും പ്രദീപ് ഡോക്ടറും അതുപോലെ അദ്ദേഹത്തിൻ്റെ സംരംഭത്തിന് പാലക്കാടിൻ്റെ പൊതു ഇടത്തിൽ കൂടുതൽ ഇടപെട്ട് കൂടുതൽ ആളുകളുടെ സ്നേഹം പറ്റുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.